രേണുസുതി എന്നൊരു സ്ത്രീ തലചായ്ക്കുവാൻ ഒരു തുണ്ട് ഭൂമി കൊടുത്ത ഒരു പുരോഹിതനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വക്കീൽ നോട്ടീസ് ചില ചാനലുകൾ പുറത്തുവിടുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. സത്യത്തിൽ അത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മകൾ ചില നാളുകൾക്ക് പിൻപിലേക്ക് വേഗത്തിൽ ഓടിപ്പോവുകയായിരുന്നു. കൊല്ലം സുധി എന്ന മനുഷ്യന്റെ മരണശേഷം അനാഥത്വം പേറി നിൽക്കുന്ന ഒരു കുടുംബം, മുൻപിൽ എന്ത് എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ, അതിന് മറുപടി പറയുവാൻ കഴിയാതെ തളർന്ന മുഖവും വിങ്ങുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ കൂടെ ചില ആൾക്കാരും. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കരുണ പറ്റാത്ത മനസ്സിന്റെ ഉടമകളായ ഒരു കൂട്ടം നല്ല മനുഷ്യർ അവർക്ക് കൈത്താങ്ങൽ നൽകുവാനും സമൂഹത്തിൽ സുരക്ഷിതരായി അവർ ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും തയ്യാറായി. ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഒട്ടനവധി ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് രേണുസുതിയും കുടുംബവും നല്ല രീതിയിൽ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിച്ചേർന്നത്. ഇത് ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പേര് തന്നെയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന പുരോഹിതന്റെ പേര്. അദ്ദേഹം 7 സെന്റ് സ്ഥലം അവർക്ക് ദാനമായി നൽകി. അതൊരു നിസ്സാര കാര്യമല്ല. അത് ബോധ്യപ്പെടുവാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ സ്ഥലവും അവിടേക്കുള്ള വഴിയും ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും അത് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. അതിന്റെ കാരണം പല ആൾക്കാരും പ്രചരിപ്പിക്കുകയും രേണുസുതിയുടെ കൂടെയുള്ള പല ആൾക്കാരും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് പോലെ അത് വെറും പട്ടിക്കാടല്ല, ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്ഥലം, അത് എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കി വിട്ടേക്കാം, അതിൽ കൂടി ഞാൻ വലിയ ദാനധർമ്മി എന്നുള്ളൊരു പേരും എനിക്ക് സമ്പാദിക്കാമെന്ന് കരുതി ഈ ബിഷപ്പ് ചെയ്തൊരു ട്രിക്കൊന്നും അല്ല ഈ സ്ഥലം ദാനം കൊടുത്തു എന്നുള്ളത്. വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. കുറഞ്ഞ പക്ഷം ഇന്നത്തെ വിലയിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണത്. എന്നാൽ തുടർന്ന് നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുവാനും അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും വേണ്ടി ആ സ്ത്രീ പരസ്യമായി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ്. പലപ്പോഴും അത് അതിരി കടന്നപ്പോൾ സമൂഹം അവരെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അവർ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മുൻപോട്ട് നീങ്ങി. ഒടുവിൽ അവർക്ക് സ്ഥലം നൽകിയ പുരോഹിതനെയും വീട് വെച്ച് നൽകിയ സുമനസ്സുകളായ വ്യക്തികളെയും വളരെ രൂക്ഷമായ ഭാഷയിൽ അവർ പരിഹസിക്കുകയും സമൂഹത്തിന്റെ മുൻപിലേക്ക് അവരെ ആക്രമിക്കുവാൻ വേണ്ടി നിരന്തരം വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ വിഷപ്പാമ്പ് എന്ന് പല ആവർത്തി വിളിച്ച് ആക്ഷേപിച്ചു. അതൊരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാൻ എങ്ങനെയാണ് കഴിയുക? അങ്ങനെ അദ്ദേഹത്തെ വിഷപ്പാമ്പ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചിട്ട് അദ്ദേഹം ദാനമായി കൊടുത്ത ആ മണ്ണിനകത്ത് തന്നെ പോയി മലർന്ന് കിടക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര തൊലിക്കെട്ടിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ തറ ലെവൽ എന്നൊന്നും വിശേഷിപ്പിച്ചാൽ ശരിയാവില്ല. അതിനേക്കാളും താഴെ ഒരു നിലവാരമുണ്ടെങ്കിൽ അതാണ് ഇതിന് ഉചിതമായിട്ടുള്ള വാക്ക്. ഈ ഗിമ്മിക്കുകളെല്ലാം അവർ കാട്ടിക്കൂട്ടിയത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നത് കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറി. രേണുസുതിയുടെ മാനസികാവസ്ഥയുള്ള ഒരു കൂട്ടം ആൾക്കാർ അവർക്ക് അനുകൂലമായി രംഗത്ത് വന്നു. അപ്പോൾ തന്നെ അവർക്ക് പ്രതികൂലമായി മറ്റൊരു കൂട്ടം ആൾക്കാരും എത്തി. എന്നാൽ ഈ യുദ്ധത്തിനിടയിൽ സംഭവിച്ച അതിപ്രാധാന്യതയുള്ള മറ്റൊരു സംഭവമുണ്ട്. ഈ യുദ്ധം മുഖേന രേണുസുതി എന്ന വ്യക്തിയുടെ ചാകരയായിരുന്നു ആരംഭിച്ചത്. അതിൽ കൂടി അവരുണ്ടാക്കിയെടുത്ത പബ്ലിസിറ്റി ചെറുതൊന്നുമല്ല. ബിഗ് ബോസിന്റെ വാതിൽ വരെ അതോടുകൂടി അവരുടെ മുൻപിൽ തുറന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. തികച്ചും നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാർക്കും നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളവർക്കും ബിഗ് ബോസിന്റെ വാതിൽ തുറക്കപ്പെടും. ഉർവശി ശാപം ഉപകാരമായി എന്ന് മനസ്സിലായപ്പോൾ രേണുസുതി അത് കൃത്യമായിട്ട് അങ്ങ് മുതലാക്കി. തുടർന്ന് ഒട്ടനവധി സ്റ്റേജ് ഷോകളിലേക്ക് അവർക്ക് ക്ഷണമുണ്ടായി. ബിഗ് ബോസിലേക്ക് അവർ പോയി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. പണം ധാരാളം സമ്പാദിച്ചു. നമുക്കറിയാം, പലയിടത്തും പണം കുമിഞ്ഞുകൂടുവാൻ തുടങ്ങുമ്പോൾ അതിനൊപ്പം അഹങ്കാരവും വർദ്ധിച്ചു തുടങ്ങും. രേണുസുതിക്ക് സംഭവിച്ചതും അതൊക്കെ തന്നെയായിരുന്നു. തനിക്ക് നന്മ ചെയ്തവരെ അപമാനിച്ചത് കൊണ്ടാണ് ഇത്രയധികം പബ്ലിസിറ്റി തനിക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയ രേണുസുതി അത് തന്നെ തുടർന്ന് മുൻപോട്ടുള്ള ജീവിതത്തിന് ഒരടിത്തറയാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. ബിഷപ്പുമായി പരസ്യമായി ഏറ്റുമുട്ടുവാൻ തന്നെ അവരിറങ്ങിത്തിരിച്ചു. ഇവിടുത്തെ രസം, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അല്ലെങ്കിൽ ആ പുരോഹിതൻ ഭിക്ഷ കൊടുത്ത മണ്ണിൽ നിന്നുകൊണ്ട് അയാൾക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ആക്രമണം അഴിച്ചു വിടുവാൻ പറ്റുമോ? ഇതൊരു പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ്. ഒരുമാതിരിപ്പെട്ട മനുഷ്യരാരും ഇത് ചെയ്യാൻ തയ്യാറാവില്ല. അത്രമാത്രം അധപ്പതിച്ച മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റാൻ കഴിയുകയുള്ളൂ. അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ അന്തസ്സുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആദ്യത്തെ വെടി പൊട്ടിയപ്പോൾ തന്നെ ദാ കിടക്കുന്നു തൻ്റെ ഭൂമി, അതൊന്നും എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് വല്ല വാടക വീടും എടുത്ത് താമസിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് പറയാനുള്ള തെറി മുഴുവൻ പറയുമായിരുന്നു. എന്നാൽ ഇത് യാതൊരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം കൊടുത്ത മണ്ണിനകത്ത് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരായി നിരന്തരം യുദ്ധം ചെയ്യുകയാണ്. ഇവിടെയാണ് മാനുഷിക മൂല്യങ്ങളുടെ തകർച്ച നമ്മൾ കാണുന്നത്.
എന്തായാലും ഇപ്പോൾ നിരന്തരമായി സോഷ്യൽ മീഡിയ വഴി ആ പുരോഹിതനെ അങ്ങ് അപമാനിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ശ്രമം ബിഷപ്പ് നോബൽ ഫിലിപ്പ് ആള് ശരിയല്ല, അയാൾ സ്ഥലം നൽകുവാൻ തയ്യാറായത് ചില ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടായിരുന്നു, അത് പരാജയപ്പെട്ടതുകൊണ്ടാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സീക്രട്ടുകൾ പലതും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൂടാതെ മുൻപ് അദ്ദേഹത്തിന് പല ക്രിമിനൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും വരുത്തി തീർക്കുവാൻ ഊർജിതമായ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിക്കാനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? രേണുസുതിക്ക് സ്ഥലം നൽകിയതിന്റെ പിൻപിൽ ബിഷപ്പ് നോബൽ ഫിലിപ്പിന് ചില ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പോലും. എന്താണ് ആ ഗൂഢമായ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ബാക്കിയുള്ളവർ ഊഹിച്ചോണം. അങ്ങനെ ബിഷപ്പിന് ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ട് കൈയടിച്ച് ചിരിക്കുന്ന ആരാധകരോട് എനിക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങളിൽ ആർക്കെങ്കിലും വയറു വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ നിങ്ങൾ പച്ചമണ്ണ് വാരി തിന്നാൻ തയ്യാറാകുമോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബിഷപ്പിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പോലും. കഷ്ടം. കയറിക്കിടക്കുവാൻ്റെ കിടപ്പാടമില്ലാതിരിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു തുണ്ട് ഭൂമി നൽകിയ ഒരു മനുഷ്യൻ ആ മനുഷ്യനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്? സ്വാഭാവികമാണ്, മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള കലഹങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാസങ്ങളായി വിവാദമാക്കി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഞാൻ പറയാം, ചാകരയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദം അവസാനിക്കാൻ പാടില്ല. അങ്ങനെ ഈ വിവാദം അവസാനിപ്പിച്ചാൽ രേണുസുതിയും ഇല്ലാതെയാവും. അതുകൊണ്ട് ബിഷപ്പിനെ അപമാനിക്കുക എന്നുള്ളത് ശരിക്കും പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ പോലെയാണ്. നിങ്ങൾ രണ്ടാൾക്കാരും കൂടി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് സംസാരിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നാരെങ്കിലും ബുദ്ധി പറഞ്ഞാൽ അവരെ പുച്ഛത്തോടെ മാത്രമേ രേണുസുതിക്കും കുടുംബത്തിനും തൽക്കാലം നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം ഈ വിവാദങ്ങൾ ഇല്ല എങ്കിൽ രേണുസുതി ഇല്ല. അല്ലെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾ പറയണം, വിവാദങ്ങളുടെ പേരിലല്ലാതെ മറ്റെന്തിൻ്റെ പേരിൽ, എന്തിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രേണുസുതിയെ അറിയുന്നത്? എന്തായാലും ഇപ്പോൾ തലചായ്ക്കുവാൻ ഇടം നൽകിയ വ്യക്തിയെ നിരന്തരമായി ആക്ഷേപിച്ച് വിവാദമുണ്ടാക്കുന്ന ഈ ഒരു സ്ത്രീക്കെതിരെ ആ പുരോഹിതൻ നിയമ നടപടികൾ ആരംഭിച്ചു. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലം തിരികെ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരായി അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. എന്ന് വെച്ചാൽ ഈ അപമാനം സഹിക്കുവാൻ കഴിയുന്നില്ല, അത് നിങ്ങൾ നിർത്തണം. അയാൾക്കെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അയാളെ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കണം. ഇല്ല എങ്കിൽ ഈ സ്ഥലം അദ്ദേഹം തിരികെ എടുക്കുവാൻ നിർബന്ധിതനാകും. ഇത് പറഞ്ഞാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ഈ സ്ത്രീ വീണ്ടും അയാളെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വക്കീൽ നോട്ടീസ് തിരിച്ചൊരെണ്ണം അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതിന്റെ പിൻപിലുള്ള രേണുസുതിയുടെ മാനസികാവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഈ സ്വയം നിലനിൽക്കുവാൻ, സന്തോഷം അനുഭവിക്കാൻ, ആത്മവിശ്വാസം നിലനിർത്താൻ മറ്റുള്ളവരുടെ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ അനിവാര്യമായി മാറുന്ന ഒരവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ട്. എന്നെപ്പറ്റി ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. മാത്രവുമല്ല, ലൈക്കുകൾ, കമന്റുകൾ, ഷെയറുകൾ ഇതെല്ലാം ഓരോ നിമിഷവും എൻ്റെ പേരിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അതോടെ എല്ലാം തീർന്നു. ഒരു വല്ലാത്ത മാനസിക അസ്വസ്ഥതയിലേക്ക് എത്തും. ഇതിനെ ഒരുമാതിരി അസ്വസ്ഥത എന്ന വാക്കുകൊണ്ടൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദിവസേന എന്തെങ്കിലും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ആൾക്കാർ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എങ്കിൽ അയ്യോ ഇന്ന് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഒരു വിടുവായ പറഞ്ഞാണെങ്കിലും സ്പോട്ട്ലൈറ്റിൽ നിൽക്കണം എന്നുള്ള ഒരാകുലത ഇവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തായ സജീന എന്ന വ്യക്തി അത് തുറന്നു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഈ അടുത്ത സമയത്ത് ചെയ്തിരുന്നു. രേണുസുതിയെ വളർത്തിയത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നന്നായിട്ട് രേണുസുതിക്കറിയാം. ഒരു ദിവസം അവളെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തില്ലെങ്കിൽ ചർച്ച ഉണ്ടാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് അവൾക്കറിയാം. അതിന് തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് അവൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് അവളുടെ മിടുക്കാണ് എന്ന്. അതിൽ കൂടി തന്നെ അവരുടെ ക്യാരക്ടർ എന്താണെന്ന് വളരെ വ്യക്തമായില്ലേ? ഇതൊക്കെ കേട്ടിട്ട് മന്ദബുദ്ധികളായ ഒരു കൂട്ടം ആരാധകർ കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു സമാധാനം തോന്നുന്നത്. മനഃശാസ്ത്രം ഇതേക്കുറിച്ച് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുമെന്നാണ്. അതൊരു സുഖകരമായ അവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ അറ്റൻഷൻ ഒരു അഡിക്ഷനായി മാറും. അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ശ്രദ്ധ കിട്ടാത്ത ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ തന്നെ ഇല്ലാതെയായിപ്പോയി എന്നൊരു ഫീലാണ് ആ സമയത്ത് അവരെ ഭരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലഹരി പോലെയാണ്. അറ്റൻഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. എന്നാൽ നേരെ മറിച്ച് അറ്റൻഷൻ കൂടുമ്പോഴോ ആ സമയത്ത് അഹങ്കാരമാണ് ഉണ്ടാവുക.
ഇതൊന്നും ഇവരുടെ പ്രശ്നമല്ല, സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണ്. അടുത്തത്, ഇത്തരം ആൾക്കാരിൽ അവർ പോലും അറിയാതെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി ഞാനാണ് ശരി, ഞാനൊരു സംഭവമാണ്, ഞാൻ തോറ്റ ആളൊന്നുമല്ല, തോറ്റോടുന്നൊരു വ്യക്തിയുമല്ല, മറിച്ച് ഞാനൊരു സംഭവമാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെളിപ്പെടുത്തുവാൻ അവർ തുടങ്ങും. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ രേണുസുതി ഫ്ലവർ അല്ലടാ ഫയറാടാ എന്നൊക്കെയുള്ള പ്രസ്താവനകളെ നോക്കിക്കാണാൻ. സംഗതി ഒന്നുമില്ല, മറ്റുള്ളവർ ഇത് കണ്ടിട്ട് പറയണം ചേച്ചി പുലിയാണെന്ന്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, വിമർശനങ്ങളെ സഹിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവരോട് ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ, അവരെ ആരെങ്കിലും വിമർശിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്താൽ, അതോടുകൂടി ആ വ്യക്തികൾ അവരെ എത്ര നല്ലവരായാലും വലിയവരായാലും ഇത്തരം ആൾക്കാരുടെ ശത്രുക്കളായി മാറും. ഇത്തരക്കാർക്ക് എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ അത്യാവശ്യമാണ്. അത് കിട്ടുമ്പോഴാണ് അവർക്ക് ആത്മവിശ്വാസം കൂടുന്നത്. അതിനുവേണ്ടിയാണ് നാഴികയ്ക്ക് 40 വട്ടം സ്റ്റോറിയും റീലും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു വ്യക്തിയുടെ അകത്തുള്ള പ്രശ്നമാണ്. ഒന്നുമല്ലാതെ പ്രതിസന്ധികളാൽ ബാധിക്കപ്പെട്ടു നിന്നൊരവസ്ഥയിൽ നിന്നും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സെലിബ്രിറ്റിയിലേക്കുള്ള മാറ്റം, അത് വളരെ അപകടകരമായൊരു മാനസികാവസ്ഥയാണ് കൊണ്ടുവരുന്നത്. ആദ്യഘട്ടം സഹതാപമായിരുന്നു. പാവം എന്നുള്ളൊരു ലേബൽ ഉയർത്തി കാണിക്കുക, അതേ തുടർന്ന് ആൾക്കാരുടെ സഹായം നേടിയെടുക്കുക. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇന്നലകളിൽ അനുഭവിച്ച വേദനകൾ, ആ വേദനകളെ ഒരു ബ്രാൻഡാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ ദുഃഖം, വേദന, പ്രശ്നങ്ങൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും കണ്ടന്റായി മാറും. കണ്ണുനീര് പണമുണ്ടാക്കുവാനുള്ള ഒരു മാർഗമായി തീരും. ചുരുക്കി പറഞ്ഞാൽ ഇന്നലകളിലെ അനുഭവങ്ങളും ഇല്ലായ്മകളും വേദനകളും സ്വന്തം ഭർത്താവിൻ്റെ മരണം ഉൾപ്പെടെ ഒരു വ്യാപാര വസ്തുവായി മാറ്റപ്പെടുകയാണ്. സാധാരണക്കാരന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു പ്രത്യേക മാനസികാവസ്ഥയാണിത്. എൻ്റെ ഇന്നലകളിലെ വേദനകൾ അതെനിക്ക് ഓർക്കുമ്പോഴൊക്കെ അസ്വസ്ഥതയും നിരാശയും സങ്കടവും മാത്രമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക മാറ്റത്തിന് വിധേയരാകുന്ന വ്യക്തികൾക്ക് ആ വേദനകളും നിരാശയും ദുഃഖവും എല്ലാം വിൽപ്പന ചരക്കായി മാറും. അതെ, അത് വേദനയല്ല, ധനസമ്പാദനത്തിനുള്ള മാർഗമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ബിഗ് ബോസിലേക്ക് നടന്നു കയറുന്ന രേണുസുതി സുതിച്ചേട്ടാ ഞാൻ വന്നു എന്ന് വിളിച്ചു പറയുന്ന ആ വാക്കിനെയൊക്കെ കാണേണ്ടത്. ഇവിടെ നിന്നുകൊണ്ടാണ് അടുത്തൊരു വിവാഹത്തെക്കുറിച്ചും മതം മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴും അതിനിടയിലെല്ലാം കൊല്ലം സുതിയെ വീണ്ടും വീണ്ടും മാർക്കറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നാം കാണേണ്ടത്. ഈ മാറ്റം വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഇവിടുത്തെ ശരിയും ശരികേടുകളും ഒക്കെ ഈ വ്യക്തിക്ക് തന്നെ നന്നായിട്ട് അറിയാം. പക്ഷേ മാറാൻ പറ്റില്ല. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയുടെ വാല്യൂ തന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം അവരെ ഭരിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ്. ആ താറാവിനെ കൊല്ലാൻ തൽക്കാലം പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ഭരണം കൈയാളുന്ന ഈ കാലഘട്ടത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ളത് പണമുണ്ടാക്കാൻ പറ്റിയൊരു മാർഗമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്ക് വേണ്ടതും ഇത് തന്നെയാണ്. നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രം ആൾക്കാർക്ക് മതി. നല്ല നല്ല എത്രയോ വീഡിയോകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. അറിവ് വർദ്ധിക്കുന്നതും വ്യക്തികളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതുമായ എത്രയോ വീഡിയോകൾ. അത്തരത്തിലുള്ള തമ്പനെയിലുകളൊന്നും കണ്ടാൽ നമ്മൾ ക്ലിക്ക് ചെയ്യില്ല. പക്ഷേ തെറി വിളിക്കുന്ന കണ്ടന്റ്, മാനഭംഗത്തിന്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും തലക്കെട്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളതിൽ ക്ലിക്ക് ചെയ്യും. ഇതൊക്കെ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർ അതുകൊണ്ട് തന്നെ വൈറലാകുവാൻ നെഗറ്റീവ് ക്യാരക്ടറുമായി ഇറങ്ങിത്തിരിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇത്തരം ആൾക്കാരുടെ ലക്ഷ്യം. ഇതവരുടെ ജീവശ്വാസമാണ്. വിവാദമുണ്ടാക്കിയിട്ട് അവർ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയും, എന്നെ നിങ്ങൾ ആരും സ്നേഹിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾ എന്നെ വെറുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നിടത്തോളം തെറി അത് നിങ്ങൾ എന്നെ വിളിച്ചോ, ഇതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. രേണുസുതിക്ക് തെറിവിളികളൊക്കെ വെറും രോമം കൊഴിയുന്നത് പോലെ മാത്രമാണ്. അവർക്കറിയാം ആ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന തരംഗം അതെത്ര വലുതാണെന്ന്. കാരണം ഈ വെല്ലുവിളികളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇന്നലെ വരെ കയറിക്കിടക്കുവാൻ ഇടമില്ലാതെ, വയറു നിറച്ച് ഭക്ഷണം കഴിക്കുവാൻ മാർഗമില്ലാതെ, വാടിയ മുഖവുമായി ദയനീയ ഭാവത്തോടെ നിന്ന ഇവരുടെ പഴയ മുഖമുണ്ടല്ലോ, അത് ജനത്തിന് മറക്കാൻ കഴിയില്ല. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇവർ കമന്റ് ബോക്സിൽ കയറി കൃത്യമായിട്ട് പ്രതികരിക്കും. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഇവർക്ക് ആവശ്യം. കാരണം കമന്റ് ബോക്സിൽ കമന്റുകൾ പെരുകുമ്പോൾ സംഗതി ഉഷാറാവും. കണ്ടന്റിന് കൂടുതൽ റീച്ച് കിട്ടും. ഒടുവിൽ ആ കണ്ടന്റ് വൈറലാവും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിനുവേണ്ടി കോൺട്രവേഴ്സി സൃഷ്ടിക്കുക, അതിൽ കൂടിയും ഒരു ഫെയിം ഉണ്ടാവും. എത്രത്തോളം എതിർപ്പ് കൂടുമോ അത്രത്തോളം ഈ കണ്ടന്റിന് റീച്ചാണ്. ഇതിനെ അൽഗോരിതം സൈക്കോളജി എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ എതിർക്കുവാൻ വരുമ്പോൾ കൂടുതൽ കമന്റുകൾ പ്രത്യക്ഷപ്പെടും. കമന്റുകൾ പെരുകുമ്പോൾ അൽഗോരിതം പുഷ് സംഭവിക്കും. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതം നിങ്ങൾ എഴുതുന്ന ഓരോ നെഗറ്റീവ് കമന്റുകളെയും അവർക്ക് വൈറലാകുവാനുള്ള വഴിയാക്കി മാറ്റും. ഇത് നന്നായിട്ട് അറിയാവുന്നവർ ഈ ടെക്നിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കും. ഇത് തന്നെയാണ് രേണുസുതി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
നീ എന്നെ തെറി വിളിച്ചാൽ എനിക്ക് പുല്ലാടാ, അതുപോലും എനിക്ക് ചവിട്ടി കയറുവാനുള്ള വലിയ വലിയ പടവുകളാണ് എന്നുള്ള മനോഭാവം അതാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാവും, പണം സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ വ്യക്തിയെ ഉള്ളിൽ നിന്നും ശൂന്യമാക്കി കളയും. എന്ന് വെച്ചാൽ മാനുഷിക മൂല്യങ്ങളില്ലാത്ത ഒരുമാതിരി മൃഗതുല്യമായ അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ സാഹചര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. ഇവിടെ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി, ഫെയിമിന് വേണ്ടി അവർ നന്മയെ ചവിട്ടി മെതിച്ചു കളയുകയാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ വ്യക്തിയുടെ ആത്മാവ് തന്നെയാണ്. നായിക്ക് നല്ലത് തിരിയില്ല എന്ന് പറയുന്നത് പോലെ ഇത് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ പോലും ഈ സമയത്ത് അവരുടെ ശത്രുക്കളാകും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരമൊരു യാത്രയുടെ അവസാനം എന്തായിരിക്കും എന്നുള്ളത് ബോധമുള്ളവർക്ക് ഊഹിച്ചെടുക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ ചരിത്രം പഠിച്ചാൽ പിടികിട്ടും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന്. കർമ്മ എന്നൊക്കെ ഈ കാലത്ത് നമ്മൾ കൂടെ കൂടെ കേൾക്കാറില്ലേ? അത് തന്നെ. ഇന്ന് നിങ്ങൾ നിന്ന വിതച്ചാൽ അത് തന്നെ നിങ്ങൾ കൊയ്തെടുക്കും. അഹങ്കാരം വിതച്ചാൽ അഹങ്കാരം കൊയ്യും, അപമാനം വിതച്ചാൽ അപമാനം തന്നെ കൊയ്യും. പിന്നെ ഈ വിതയ്ക്കും കൊയ്ത്തിനും മറ്റൊരു തത്വം കൂടിയുണ്ട്. വിതയ്ക്കുന്നത് ഒരു വിത്തായിരിക്കും, പക്ഷേ കൊയ്ത്തു വരുമ്പോൾ വിതച്ച ഒരു വിത്തല്ല തിരികെ കിട്ടുക. കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ വിത്തിൽ നിന്നും 1000 വിത്തുകളായിരിക്കും ഉത്ഭവിക്കാൻ പോകുന്നത്. ഇത് മുഴുവനുമാണ് കൊയ്തെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ വിതച്ചത് നാളെ നിങ്ങളുടെ തലമുറ ഉൾപ്പെടെ കൊയ്തു കൂട്ടും എന്ന് സാരം. അതെ, ഈ നെറികേടുകൾക്ക് തലമുറ പോലും ഗതി പിടിക്കില്ല. അതുകൊണ്ട് രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ആ ദൈവത്തെ തന്നെയാണ് അപമാനിച്ചത്. നന്മ നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ താങ്ങി നിർത്തിയപ്പോൾ ആ നന്മയെ നിങ്ങൾ പരിഹസിച്ചു. ദൈവം നിങ്ങളെ താങ്ങിയെന്ന് ഞാൻ പറഞ്ഞത് ആകാശത്തിന്റെ മുകളിലിരിക്കുന്ന ഏതോ ഒരു ആചാരബാഹുവിന്റെ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി നന്മയുടെ കൈകൾ നീട്ടിയ ഓരോ മനുഷ്യരും ദൈവങ്ങളായിരുന്നു. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട മനുഷ്യരാണ് ദൈവം. അവരെയാണ് നിങ്ങൾ അപമാനിച്ചു വിട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും കയ്യടികൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ആകാശം മൗനത്തിലാണ്. ആ മൗനം ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ്. എന്താണ് മുന്നറിയിപ്പ്? നിങ്ങൾ വിതച്ചത് മുഴുവനും നിങ്ങൾ കൊയ്യും എന്നുള്ളതിന്റെ മുന്നറിയിപ്പ്. ഇവിടെ നിങ്ങൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ ആഹ്ലാദിച്ച് അർമാദിച്ച് പരിഹസിച്ച് അടിച്ചു പൊളിച്ച് ഓരോ രാത്രികളും ചിലവിടുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്, ബിഷപ്പ് നോബിൾ ഫിലിപ്പ്. ഓരോ രാത്രികളിലും അദ്ദേഹം ഉറങ്ങുവാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് ഏതൊക്കെ ചിന്തകളായിരിക്കും. ഞാനൊരു നന്മ ചെയ്യാൻ പോയതിന്റെ ഫലമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ള വേദനയുടെ നിശ്വാസങ്ങൾ. അതെ, ചെവി വട്ടം പിടിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമത്. തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്. അതൊരു സാധാരണ ദുഃഖമല്ല, ആത്മാവിനെയും മൂല്യങ്ങളെയും തൊടുന്നൊരു വേദനയാണ്. നമ്മൾ കഷ്ടതയിൽ ചേർത്ത് പിടിക്കുന്ന ഒരാൾ നമ്മളെ തന്നെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഴത്തിലുള്ള മാനസിക ആഘാതമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. നിനക്ക് സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞു നൽകിയ സ്ഥലം, നിനക്ക് തലചായ്ക്കുവാൻ എന്ന് പറഞ്ഞു നൽകിയ വീട്, നിനക്ക് വേണ്ടി ചെയ്ത നന്മ, അത് എനിക്ക് തന്നെ വലിയ വിനയായി മാറിയല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ശരിക്കും അതൊരു ഷോക്ക് തന്നെയാണ്. ചില സമയങ്ങളിൽ ഈ ചിന്തകൾ വർദ്ധിച്ചു വരുമ്പോൾ അത് അവരുടെ ആത്മാവിൻ്റെ അടിത്തറ തന്നെ കുലുക്കും. അതൊന്നും രേണുസുതിക്ക് ഭാവിയിൽ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ നോബിൾ ഫിലിപ്പ് എന്ന ഒരു ബിഷപ്പിന് മാത്രം പറ്റിയ ഒരു പരിക്കായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. നന്മയുടെ മൂല്യങ്ങൾക്ക് തന്നെയാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ മോറൽ സിസ്റ്റത്തിനുള്ളൊരു പരിക്കാണിത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അർഹതയുള്ള വ്യക്തികളെ കാണുമ്പോൾ നാളെ ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തും. തുടർന്ന് അവൻ ചിന്തിക്കും, എന്തിനാണ് ഞാൻ വെറുതെ വയ്യാവേലി പിടിക്കാൻ പോകുന്നത്? ഈ ചിന്തയിൽ അവൻ മുഖം മറച്ച് തിരിഞ്ഞു നടന്നു കളയും. ചുരുക്കി പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് പോലും നന്മ ലഭിക്കില്ല. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഒരാത്മിക ജീവിതം നയിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മാനുഷിക നന്മ, സേവനം, പരിഗണന, വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനമിട്ട് പണിതുയർത്തിയതാണ്. ആ മൂല്യങ്ങൾ പരിഹസിക്കപ്പെടുമ്പോൾ അയാൾ ഉടായിപ്പുകാരനാണ് എന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, സമൂഹത്തെ കൊണ്ട് അയാളെ കൊഞ്ഞനം കുത്തിപ്പിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം ചിന്തിക്കും, ഞാനൊരു വിഡ്ഢിയായി പോയല്ലോ എന്ന്. ഇതിനെയാണ് മോറൽ ഇഞ്ചുറി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. നന്മ ചെയ്യാൻ പോയ ആ മനുഷ്യന്റെ പ്രവൃത്തി മാത്രമല്ല, ആ മനുഷ്യൻ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ആരോപണങ്ങൾ പലതും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇന്നലകളിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത പല ചാനലുകളും ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നാളെ തിരിച്ച് സംസാരിച്ചു വന്നിരിക്കും. പുതിയ പുതിയ പല വിവാദങ്ങളും പല ആരോപണങ്ങളും പലരും കൊണ്ടുവരും. അദ്ദേഹത്തിന് പരിമിതികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൗനമായിരുന്നു കഴിഞ്ഞാൽ ആ മൗനത്തെ കുറ്റസമ്മതമായിട്ട് ഇവർ വ്യാഖ്യാനിക്കും. സഹി കെട്ടിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞു പോയാൽ ആ വാക്കിൽ പിടിച്ചുകൊണ്ട് അയാളെ മോശക്കാരനാക്കും. അയാൾ ഒരു ഫ്രോഡാണ് എന്ന് വീണ്ടും വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും നിങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. ഇതൊരു ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്?
സമൂഹത്തെ സേവിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, മനുഷ്യനെ കരുതണം, സഹായിക്കണം, അവരോട് കരുണ കാണിക്കണം, ഇങ്ങനെയൊക്കെയുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആത്മീക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുൻപോട്ടിറങ്ങി തിരിച്ച ആ മനുഷ്യന്റെ ഉള്ളിലെ തീ അതെന്നേക്കുമായി അണഞ്ഞു പോകും. അതെ, അദ്ദേഹവും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ സേവനത്തിന്റെ ആവേശം അത് എന്നേക്കുമായി കെട്ടുപോകും. സഹജീവികളായ മനുഷ്യരിലുള്ള വിശ്വാസം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. ഇതാണ് നന്മ ചെയ്തവന്റെ നിശബ്ദമായ ട്രാജഡി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുകളിൽ പറഞ്ഞത്, ഇതിനൊക്കെ വഴിവെട്ടിക്കൊടുക്കുന്ന എല്ലാ ആൾക്കാരെയും കൊണ്ട് കാലം കൃത്യമായി കണക്ക് പറയിപ്പിക്കും. അവർ വിതയ്ക്കുന്നത് അവരും കൊയ്യും. അവസാനമായി ബിഷപ്പ് നോബൽ ഫിലിപ്പിനോട് എനിക്ക് പറയുവാനുള്ളത്, നന്മ ചെയ്തതിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് ഈ കാലഘട്ടത്തിന്റെ രോഗമാണ്. പിന്നെ രേണു സുധിയെ പോലെയുള്ള ആൾക്കാരുടെ കോക്കാപ്പിച്ചകൾ കണ്ടുകൊണ്ട് അവർക്കൊപ്പം നിന്ന് ഇന്ന് നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ഒന്നേ പറയാനുള്ളൂ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല ശേലാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കിതൊരു വിനോദമായിരിക്കും. പക്ഷേ നിങ്ങളും ഒരു മനുഷ്യനാണ്. നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. നാളെ നിങ്ങൾക്കും ഇതുപോലെയോ ഇതിൽ വലുതോ ആയ ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ സഹജീവികളുടെ മുഖത്തേക്ക് തീർച്ചയായിട്ടും നോക്കും. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കും. അന്ന് നിങ്ങളെ സഹായിക്കുവാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ വന്നില്ല എങ്കിൽ നിങ്ങൾ അപ്പോൾ ഓർക്കണം, കർമ്മ തിരിച്ചടിച്ചതാണെന്ന്. കാരണം ഇന്ന് നിങ്ങളുടെ ഈ കയ്യടികളാണ് അന്ന് അത്തരം ഒരു കർമ്മയെ വിളിച്ചു വരുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഞാൻ ഉറപ്പായും പറയാം, നന്മയെ പരിഹസിക്കുന്ന സമൂഹം അതൊടുവിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം നന്മ ചെയ്യുവാൻ ഭയക്കുന്ന മനുഷ്യരെയായിരിക്കും നാളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയം തകർക്കുമ്പോൾ നാളെ നിങ്ങളുടെ വാതിലിൽ ഇതുപോലൊരു ദുരന്തം വരില്ല എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇതൊരാളുടെ കഥയൊന്നുമല്ല, ഇതൊരു സമൂഹത്തിന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. എന്തെങ്കിലും മനസ്സിലായിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.